Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. KPCC വിചാർ വിഭാഗ് അങ്കമാലി നിയോജക മണ്ഡലം ചെയർമാൻ ജോബിൻ ജോർജ് രചിച്ച കർമ്മനിരതം കാലം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടത്തി. മൂവാറ്റുപുഴ MLA മാത്യു കുഴൽനാടൻ പുസ്തക പ്രകാശനം നിർവഹിച്ചു. KPCC വിചാർ വിഭാഗ് അങ്കമാലി നിയോജക മണ്ഡലം ചെയർമാൻ ജോബിൻ ജോർജ് സമാഹരിച്ച കർമ്മനിരതം കാലം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം അങ്കമാലി ആനന്ദഭവൻ ഹാളിൽ വെച്ച് നടന്നു. പുസ്തക പ്രകാശനം മൂവാറ്റുപുഴ MLA മാത്യു കുഴൽനാടൻ നിർവഹിച്ചു. പലപ്പോഴും നമ്മുടെ രാഷ്ട്രീയ അല്ലെങ്കിൽ ഇതുപോലുള്ള പൊതുവേദികളിൽ വരുമ്പോൾ നമുക്ക് 100% തൃപ്തികരമായ ഒരു മനസ്സോടുകൂടി സംസാരിക്കാൻ കഴിയണമെന്നില്ല. നമ്മൾ ഒന്നല്ലെങ്കിൽ പരിപാടിയുടെയോ അല്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന കാര്യത്തിന്റെയോ പൂർണ്ണത ഇനിയും എത്താൻ നമുക്ക് ഒരുപാട് ദൂരം താണ്ടേണ്ടതുണ്ട് എന്ന നിലയിലാണ് നമ്മൾ പരിപാടികൾ അപ്രോച്ച് ചെയ്യുക. പക്ഷെ ഇവിടെ ഇന്ന് ഞാൻ വിചാരിക്കുന്ന ഈ ഹോളിൽ പങ്കെടുക്കുന്ന എല്ലാവരും ജോബിന്റെ ഈ കഴിഞ്ഞ കാലങ്ങളിലെ പ്രവർത്തനങ്ങളിലും അതുപോലെ തന്നെ ആ പ്രവർത്തനത്തിന് ഒരു അർത്ഥവിരാമം കുറിക്കുന്ന ഈ സമയത്ത് അദ്ദേഹം കഴിഞ്ഞ 5 വർഷം നടത്തിയ പ്രവർത്തനങ്ങളുടെ ഒരു സമാഹൃത രൂപം ഒരു പുസ്തകമായി പ്രകാശിപ്പിച്ച് അങ്ങേയറ്റം സംതൃപ്തി നൽകുന്ന സന്തോഷം പകരുന്ന ഒരു ചടങ്ങിനാണ് നമ്മൾ ഇന്ന് സാക്ഷിയാകുന്നത്. ഞാൻ ഓർത്തുപോവുകയാണ് 2 കാര്യങ്ങൾ. ഒന്ന് ശ്രീ റോജി ഇവിടെ സൂചിപ്പിച്ചു. 2 സുപ്രധാനമായ സന്ദേശങ്ങൾ ഈ പരിപാടിയും ഈ പുസ്തകവുമായി നമുക്ക് സമൂഹത്തിന് നൽകാൻ കഴിയും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ മാത്യു തോമസ് അധ്യക്ഷത വഹിച്ചു. പ്രവർത്തന പരിപാടികളിൽ അങ്ങനെ സർവ്വസാധാരണമായ കാര്യമല്ല. പുസ്തകം എഴുതി ചിട്ടപ്പെടുത്തി എടുക്കുക എന്നുള്ളത് ഒരു വ്യത്യസ്തമായ കാര്യമാണ്. ആ ഒരു ശീലം നമ്മുടെ ആളുകൾക്ക് കുറവാണ്, വായിക്കുന്നതും കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അതുകൊണ്ട് ജോബിനെ ഒരു പുസ്തകം രൂപപ്പെടുത്തി അതിനുവേണ്ടി എല്ലാവരെയും ക്ഷണിച്ചപ്പോൾ എല്ലാവരും വളരെ താല്പര്യത്തോടെ തന്നെയാണ് എത്തിയിട്ടുള്ളത്. അതിന് കാരണം ഈ പുസ്തകം കഴിഞ്ഞ 5 വർഷക്കാലം ജോബിൻ സംഘടിപ്പിച്ച പരിപാടികളുടെ ഒരു സമ്മേളനമാണ്. ആ പരിപാടികളിലെല്ലാം നമ്മളെല്ലാവരും പങ്കെടുത്തിട്ടുണ്ട്. വേറിട്ട പരിപാടികളായിരുന്നു. വിചാർ വിഭാഗ് എന്നുള്ളത് കോൺഗ്രസിന്റെ ഒരു സംഘടനയാണ്. KPCC വിചാർ വിഭാഗ് അത് ചിന്തിക്കുന്നവർക്കുള്ള ഒരു വേദിയാണ്. പക്ഷെ പലയിടത്തും അതിന്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടക്കാറില്ല. എനിക്ക് തോന്നുന്നത് എറണാകുളം ജില്ലയിൽ അല്ലെങ്കിൽ ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ഏറ്റവും നന്നായി വിചാർ വിഭാഗിനെ കർമ്മനിരതമാക്കിയത് ശ്രീ ജോബിനാണ്. അത് ജോബിൻ പ്രത്യേകം അഭിനന്ദനം അർഹിക്കുകയാണ്. MLA റോജി M. ജോൺ പരിപാടി ഉദ്ഘാടനം ചെയ്തു. KPCC വിചാർ വിഭാഗിന്റെ ഒരു നിയോജകമണ്ഡലം പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കാനായിട്ട് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. ഈ സത്യത്തിൽ അങ്ങനെ ഒരു സാധനം ഇങ്ങനെ ഉണ്ട് എന്നുള്ളത് ഏകദേശം കേട്ടിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഞാൻ ചോദിച്ചു ഇദ്ദേഹത്തിന് എന്ത് ചെയ്യാനാണ് എന്നൊക്കെ ജോലിയോട് ഞാൻ ചോദിച്ചു. അപ്പോൾ ഇല്ല ചേട്ടാ, എനിക്കൊരു താല്പര്യം അത് കൊണ്ടുപോകാൻ ചെയ്യാൻ സാധിക്കും എന്നൊരു ആഗ്രഹമുണ്ട്, എനിക്ക് താല്പര്യമുള്ള വിഷയമാണ്, മേഖലയാണ് എന്ന് പറഞ്ഞ് ജോബിൻ ആ ചുമതല ഏറ്റെടുക്കാം. ഒരുപക്ഷെ ജോബിൻ ആ ചുമതല ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് ഇങ്ങനെയൊരു സംഘടന അല്ലെങ്കിൽ പാർട്ടിക്ക് ഇങ്ങനെയൊരു വേദി ഉണ്ട് എന്നുള്ളതും അതിന്റെ സാധ്യതകൾ എത്രത്തോളം ഉണ്ട് എന്നും ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്നവരിൽ പലരും, ഞാൻ ഉൾപ്പെടെ പലരും അത് ചിന്തിച്ചിട്ടുണ്ടാവുകയില്ല. പക്ഷെ ജോബിൻ ഒരു സ്ഥാനത്ത് വന്നു. ആ സ്ഥാനത്ത് വന്ന് അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പരിപാടികൾ സംഘടിപ്പിച്ച് എന്നും മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന് മുന്നോട്ട് പോയിട്ടുള്ള ഒരു വ്യക്തിയാണ്. 2019 മുതൽ 2024 എത്തി നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ KPCC വിചാർ വിഭാഗ് 102 പരിപാടികൾ സംഘടിപ്പിച്ചു. അത് ചെറിയ
അങ്ങനെ UDF കൺവീനർ TM വർഗീസ് പുസ്തകം പരിചയപ്പെടുത്തി. ആദ്യ കോപ്പി മാത്യു കുഴൽനാടൻ MLA-യുടെ കയ്യിൽ നിന്നും അഖിലേന്ത്യാ കിസാൻ ഫെഡറേഷൻ സെക്രട്ടറിയും പ്രമുഖ ചിന്തകനുമായ KP ഗോവിന്ദൻ ഏറ്റുവാങ്ങി. മുൻ MLA PJ ജോയ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചുതറസ്യ തങ്കച്ചൻ, ബ്ലോക്ക് പ്രസിഡന്റുമാരായ ആന്റു മാവേലി, സെബി കിടങ്ങൻ, കറുകുറ്റി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലതിക ശശികുമാർ, KPCC വിചാർ വിഭാഗ് ജില്ലാ ജനറൽ സെക്രട്ടറി ബാബു കാവാലിപ്പാടൻ, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ഡൈമിസ് ഡേവിസ്, KR സുബ്രൻ, സെൻജോ ജോർജ്, അനിത ജോൺസൺ, പോൾസി പോൾ, മാർട്ടിൻ മാത്യു, റിൻസ് ജോസ്, ജോജോ ജോൺ തുടങ്ങിയവർ നേതൃത്വം നൽകി.